नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्णा कृष्ण हरे हरे, हरे राम രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രഭു, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? എന്തെങ്കിലും മംഗളാരതി സോങ് ആണ്. അത് എവിടെയാ നിർത്തിയത്? നമ്മള് ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കേട്ടായിരുന്നോ ചോദ്യം? രണ്ടാമത്തെ ഖണ്ഡിക കഴിഞ്ഞു. രണ്ടാമത്തത് കഴിഞ്ഞോ? ഓക്കെ. ഞാൻ മൂന്നാമത്തെ ഓക്കെ. ശ്ലോകം മൂന്നാമത്തെ മൂന്നാമത്തെ. ഓക്കെ. ശ്രീ വിഗ്രഹാരാധന അല്ലെ? അതല്ല മാതാജി. എന്താ കുറൂരമ്മയുടെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല? എന്താ കുറൂരമ്മ ഭയങ്കര മൗനത്തിലാണെന്ന് തോന്നണേ? ശ്രീവിഗ്രഹാരാധന നിത്യാനന്ദ അതായി. ഓക്കെ. കുറൂരമ്മ എവിടെയാണ്? കുറൂരമ്മയുടെ ഒരു സൗണ്ട് വരുന്നില്ല. കുറൂരമ്മ വന്നിട്ട് സീരിയസ് ആയി ഡിസേബിൾ കോഴ്സിൽ കുറൂരമ്മയുടെ പേര് ചേർത്തപ്പോ ആള് സീരിയസ് ആയി. ഓ, ഭക്തിയിൽ സീരിയസ് ആയോ? വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ നല്ലത്, വളരെ നല്ലത്. ഓ, നമ്മൾ ഗുരുവാഷ്ടകമാണ് നോക്കുന്നത്. അപ്പൊ ഗുരുനാഥന്മാരെ കുറിച്ചിട്ട് ഒരറിവുണ്ടാവണം, നല്ലതാണ്. ഒരു ഗുരുനാഥൻ നമുക്ക് അത്യാവശ്യമാണ്. അത് നമുക്ക് നോക്കാം. അപ്പോ നിങ്ങളെല്ലാവരും നാമദേവനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാണെന്ന് അറിയോ നാമദേവൻ? ആ, നാമദേവൻ. നാമദേവൻ. പണ്ഡരിനാഥ് ഭഗവാന്റെ ഭക്തൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്. ഓക്കെ. പണ്ഡരിനാഥന്റെ ഭക്തനാണ് നാമദേവൻ. അപ്പോ നാമദേവനൊരു ചെറിയൊരു കഥയുണ്ട്, അത് നമുക്ക് പറയാം. ഗുരുനാഥന് കണക്റ്റഡ് ആയിട്ടുള്ളത് അത് നമുക്ക് കേൾക്കാം. അപ്പൊ ഇതിനേക്കാൾ മുമ്പ് നമുക്ക് പ്രഭു പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് ഓരോരുത്തരും. അപ്പോ കൃഷ്ണ സാധകരാണോ, കൃഷ്ണ സേവകരാണോ, പ്രഭുപാദാശ്രയാണോ, ഗുരു ആശ്രയാണോ? മാറി മാറിയിട്ട് ഓരോരോ സെറ്റ് സൈസ് ഉണ്ട്, ഓരോരോ കോഴ്സ് ഉണ്ട്. അതിനിപ്പോ ഏത് തന്നെ ആയി കഴിഞ്ഞാലും നിങ്ങളുടെ കർത്തവ്യം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് നാമജപമാണ്. ഇന്നൊരൽപ്പം സ്ട്രോങ് ആവട്ടോ, തെറ്റിദ്ധരിക്കേണ്ട, ഒരൽപ്പം സ്ട്രോങ് ആവും. നമ്മൾ കൂടിയിരിക്കുന്നത് ഭൗതികമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടിയിട്ടല്ല. തീർച്ചയായിട്ടും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, അനന്യശ്ചിന്തയന്തോ മാം യേ ജന പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, മറ്റ് ചിന്തകളില്ലാതെ
അനന്യശ്ചിന്തയന്തോ മാം. ആരാണോ മറ്റു ചിന്തകളില്ലാതെ യേ ജന പര്യുപാസതേ, ഏത് ജനങ്ങളാണോ ഏത് ഭക്തന്മാരാണോ മറ്റു ചിന്തകളില്ലാതെ എന്നെ സ്മരിക്കുന്നത്, അനന്യശ്ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ, എന്നെ ഉപാസിക്കുന്നത്, തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. തേഷാം, അവർക്കുള്ളതിനെ ഞാൻ നിലനിർത്തുകയും ഇല്ലാത്തത് ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നുണ്ട്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എന്ത് തന്നെ അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തി യോഗേന യജേതേ പുരുഷം. അകാമ, ഒരാഗ്രഹവുമില്ലാതെ, സർവകാമോവ, എല്ലാ ആഗ്രഹത്തോടു കൂടിയിട്ട്, അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരതി, അല്ല മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നതെങ്കിൽ, അതായത് എന്തിനു തന്നെയാണെങ്കിലും അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തി യോഗേന യജേതേ പുരുഷം പരം. നമുക്ക് കാമമില്ല, ആഗ്രഹങ്ങളില്ലാത്തവരാണ്, നമുക്ക് നിറയെ ആഗ്രഹങ്ങളുണ്ട്. അല്ല, എനിക്ക് മോക്ഷമാണ് വേണ്ടത്, എന്തു തന്നെയായാലും ഭഗവാനെ നിങ്ങൾ സ്മരിച്ചേ മതിയാവൂ. അത് ഭൗതികമായിട്ടുള്ള ആസക്തിക്കാണെങ്കിൽ കൂടിയിട്ട് ഭഗവാനെ സ്മരിച്ചോളൂ. യേ അന്യദേവതാ ഭക്ത എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങള് മറ്റു ദേവീദേവന്മാരെ പൂജിച്ചാൽ കൂടി ഞാൻ സാങ്ഷൻ ചെയ്തെങ്കിൽ മാത്രം അത് നടക്കൂ. കാരണം എന്താണ്? ഭഗവാനാണ് സൃഷ്ടികർത്താവ്. ശ്രീമദ് ഭാഗവതം 2-ാമത്തെ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കും സൃഷ്ടി ഭഗവാൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന്. ഭഗവാൻ എങ്ങനെ ക്ഷീരോദാക്കസായി, ക്ഷീരമല്ല കാരണോദാക്കസായി വിഷ്ണുവായിട്ട് ഇങ്ങനെ കെടുക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളിൽ നിന്നും വരുന്ന ആ വിയർപ്പ് കൊണ്ടൊരു സമുദ്രം തന്നെ ഉണ്ടാവുന്നു. അതിനെ കാരണ സമുദ്രം എന്ന് പറയുന്നു. ആ സമുദ്രത്തിൽ ഭഗവാൻ കടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളിൽ നിന്നും ഒരുപാട് യൂണിവേഴ്സസുകൾ ഉണ്ടാവുന്നു. വീണ്ടും ഭഗവാൻ ഓരോരോ യൂണിവേഴ്സസിലും ഗർഭോദാക്കസായി വിഷ്ണുവായിട്ട് കയറുന്നു. ഓരോരോ യൂണിവേഴ്സിലും അദ്ദേഹം ഗർഭോദാക്കസായി വിഷ്ണുവായിട്ട് കയറുന്നു. അങ്ങനെ ഗർഭോദാക്കസായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഒരു കമലദളം, ഒരു താമര ഇങ്ങനെ വിരിയുന്നു. ആ താമരയുടെ അറ്റത്ത് ബ്രഹ്മാവ് കുടികൊള്ളുന്നു. എന്നിട്ട് 2-ാമത്തെ ക്രിയേഷൻ വിസർഗ, ആദ്യത്തെ സർഗ, 2-ാമത്തത് വിസർഗ. ഇതാരാണ്? ഇത് ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ നമ്മളെ എല്ലാം സൃഷ്ടിച്ചത്, അതായത് നമ്മള് ഈ യൂണിവേഴ്സസിൽ നമ്മളെ തള്ളിവിട്ടത് അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് അത് ബ്രഹ്മാവിന്റെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ എന്താണ് പറയണത്? സൃഷ്ടി, സ്ഥിതി, സംഹാരം, ത്രിമൂർത്തികളുണ്ട്. സൃഷ്ടി നടത്തുന്നത് ആരാണ്? ബ്രഹ്മാവ് എന്ന് പറയും. സംഹാരം ശിവനും. മെയിൻ്റനൻസ് ആരാ നോക്കുന്നത്? വിഷ്ണു നോക്കുന്നു. ഇവര് ഭഗവാൻ തന്നെയാണ്, ഇവരിൽ വ്യത്യാസമില്ല ഭഗവാനിൽ നിന്ന്. അതായത് ഭഗവാനിൽ നിന്നും വന്നിരിക്കുന്നവർ തന്നെയാണ് അവര്. ഇതോരോ ഗുണങ്ങൾ അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. നമ്മൾ സൃഷ്ടികർമ്മം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രഹത്തില് ആരെല്ലാം ജനിക്കണം, ആരെല്ലാം ജനിക്കണ്ട എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ബ്രഹ്മാവല്ല. ഇവിടെ വരുന്ന അതായത് ഭഗവാൻ പറഞ്ഞയക്കുന്നു, നമ്മുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഒരു ശരീരം നമുക്ക് ഭഗവാൻ തരികയാണ്. ആ ശരീരം സ്വീകരിച്ചുകൊണ്ട് അത് ബ്രഹ്മാവ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതായത് അതിനെ സൃഷ്ടിക്കുന്നു. അങ്ങനെ അതായത് ഓരോരോ ആത്മാക്കളും ഈ ഗ്രഹത്തിലേക്ക് വരുന്നു. ഈ ഗ്രഹത്തിലേക്ക് വരുമ്പോൾ ആ വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ പൂർവകർമ്മത്തിന്റെ
സ്ഥിതി അനുസരിച്ചാണ് വരുന്നത്. വന്ന ഉടനെ അത് ബ്രഹ്മാവ് ക്രിയേഷൻ നടത്തുന്നു. അതായത് ഇതിന്റെ കർമ്മമുണ്ട്, ഈ കർമ്മത്തിന്റെ ബാഗേജ് ഇവരുടെ കയ്യിലുണ്ട്, അപ്പൊ ഇവർക്ക് ഈ ശരീരമാണ് കൊടുക്കേണ്ടത്, ഇവർക്ക് ഈ ശരീരമാണ് കൊടുക്കേണ്ടത് എന്ന് ബ്രഹ്മ ഡിസൈഡ് ചെയ്തിട്ട് ക്രിയേഷൻ നടത്തുന്നു. അപ്പോ നമുക്ക് അചഞ്ചലമായിട്ടുള്ള വിശ്വാസം ഭഗവാനിൽ ഉണ്ടാവണം. ഈ അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ നാമദേവന്റെ കാര്യം പറഞ്ഞു. വിട്ടല വിട്ടല പാണ്ഡുരംഗ പാണ്ഡുരംഗ വിട്ടല വിട്ടല. ഈ വിട്ടൽ പാണ്ഡുരംഗ പണ്ഡരിനാഥത്തിൽ, അതായത് പണ്ഡരീപുരത്തിലുള്ള ഭഗവാനാണ് വിട്ടലൻ. വിട്ടല രഖമ്മ, രണ്ടു പേരാണ് അവിടുത്തെ ഡീറ്റി. ആ ഡീറ്റീസിന്റെ പേര് അതാണ്, വിട്ടല രഖമ്മ. അതായത് കൃഷ്ണനും രുക്മിണി ദേവിയും എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അവർ തന്നെയാണ്. ഈ കഥ പ്രഭു ഇങ്ങനെ ദീക്ഷയുടെ കാര്യം പറഞ്ഞപ്പോൾ, അതായത് നിങ്ങളെല്ലാവരും എന്താ ഇതിന് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലിട്ട് വന്നത് കേട്ടോ. നാമദേവർ എന്ന് പറഞ്ഞ ഒരു ഭക്തനുണ്ടായിരുന്നു. അചഞ്ചലമായിട്ടുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിന്. ആരില്? വിട്ടൽ, പാണ്ഡുരംഗന്റെ ഉത്തമ ഭക്തനാണ്. വിട്ടല വിട്ടല, എല്ലാ സമയത്തും വിട്ടല 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 എന്ന് അങ്ങനെ പാടിക്കൊണ്ടേ നടന്നുകൊണ്ടിരിക്കുന്നു നാമദേവർ. അപ്പൊ ഈ നാമദേവന് അത്രയും കണക്ഷനാണ് ഭഗവാനുമായിട്ട് കേട്ടോ. ഡെയിലി ക്ഷേത്രത്തിൽ പോകും, വിട്ടലുമായിട്ട് ഭഗവാനുമായിട്ട് പുള്ളി സംഭാഷണം നടത്തും. നമ്മുടെ സൗത്ത് ഇന്ത്യയിലും അങ്ങനെ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നും ഭഗവാനെ അങ്ങനെ ഫാൻ ചെയ്തുകൊണ്ട് ഭഗവാനോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അതാരാണെന്നറിയോ? ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തില് ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ആചാര്യരാണ് തിരുക്കച്ചി നമ്പി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തിരുക്കച്ചി നമ്പി എന്നും ഭഗവാന് പൂ കെട്ടിയിട്ട്, അതായത് ഭഗവാന് മാല കെട്ടിയിട്ട്, ആ മാലയാണ് വരദരാജൻ എന്ന് പറയുന്ന ഭഗവാൻ ധരിക്കുന്നത്. ഇത് 108 ദിവ്യദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ദിവ്യദേശമുള്ള ഒരു സ്ഥലമാണ് കാഞ്ചീപുരം. അപ്പൊ ഈ കാഞ്ചീപുരത്തില് കാഞ്ചി വരദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആളുകളാണ്. അപ്പൊ കാഞ്ചീപുരത്തിൽ എന്നും പൂനമല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന്, പൂനമല്ലി കുറച്ച് ദൂരമാണ് കേട്ടോ, അത് പൂവിരുந்த മല്ലി പൂനമല്ലിയായിട്ട് ഇതാണ്. അവിടെയാണ് ഈ തിരുക്കച്ചി നമ്പിയുടെ പൂന്തോട്ടമുള്ളത്. അപ്പൊ ഈ പൂന്തോട്ടത്തിൽ നിന്ന് വരദരാജന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പൂക്കൾ പറിച്ച് മാല കെട്ടി, ആ മാല കൊണ്ടുവന്നിട്ട് വരദരാജന് ശൃംഗാർ ചെയ്യുമ്പോൾ അണിയിക്കും. എന്നിട്ട് അതിന്റെ ഭംഗി ആസ്വദിക്കുകയാണ് തിരുക്കച്ചി നമ്പി ചെയ്യുക. അതിനുശേഷം ഭഗവാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഫാൻ എടുത്തിട്ട് തിരുക്കച്ചി നമ്പി ഭഗവാൻ ഇങ്ങനെ വീശി കൊടുക്കും. അപ്പൊ ഭഗവാനുമായിട്ട് സംവാദം നടത്തും. അതേപോലെ തന്നെ ഇതാണ് നാമദേവനും. നാമദേവൻ പോയി കഴിഞ്ഞാല് ഭഗവാൻ ഇറങ്ങി വരും. എന്നിട്ട് അവർ രണ്ടുപേരും ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഭഗവാൻ മനസ്സിലായി ഇല്ല, അതായത് നാമദേവൻ ഒരു ഗുരുവിനെ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പാണ്ഡുരംഗന്, വിട്ടലെന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം നിർബന്ധപൂർവം നാമദേവരോട് പറയുന്നുണ്ട്, നീ ദീക്ഷ സ്വീകരിക്കണം. അപ്പൊ വേറൊരാൾ മുഖാന്തരം നാമദേവനോട് പറയുന്നുണ്ട്, നീ ദീക്ഷ സ്വീകരിക്കണം, ദീക്ഷ സ്വീകരിക്കണം, ഗുരുനാഥൻ അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട്.
അപ്പോ നാമദേവൻ പറയാണ്, എൻ്റെ ഗുരു വിഠലനാണ്, എൻ്റെ സർവസ്വം വിഠലനാണ്, എൻ്റെ എല്ലാം വിഠലനാണെന്ന് പറയുന്നത്. ഒരുപാട് കഥകളുണ്ട് കേട്ടോ അതില്. വിഠലന്റെ സ്റ്റോറി വളരെ മനോഹരമായിട്ടുള്ള കഥകളാണ് വിഠലന്റെ. അതായത് നമ്മള് ഫലമുക്തിയെ കുറിച്ച് പറയും. സാരൂപ്യമുക്തി, സായുജ്യമുക്തി, സാലോക്യമുക്തി, സാർഷ്ടി, ഇങ്ങനെ ഒരുപാട് മുക്തിയെ കുറിച്ച് നമ്മൾ പറയും. അപ്പൊ ഇതില് നമുക്ക് ഈ സാരൂപ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ ആണ്. ഭഗവാനോട് ചേർന്ന് ഭഗവാനോട് ചേർന്ന് നിൽക്കും. സാരൂപ്യം. ഭഗവാനോട് ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ, മറ്റാഗ്രഹങ്ങളൊന്നും ഭഗവാന്റെ രൂപം പ്രാപിക്കുക. കറക്റ്റ്. അതായത് സാരൂപ്യം, ഭഗവാനെ മാതിരിയുള്ള രൂപം ധരിക്കുക, അതിന് സാരൂപ്യമുക്തി എന്ന് പറയും. അപ്പൊ ഈ സാരൂപ്യമുക്തി ഒരു ദിവസം നാമദേവൻ അവിടെ ദീപാവലി സമയമാണ്. അപ്പൊ ഈ ദീപാവലി സമയത്ത് എന്തു ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല്, വീട്ടിലെ മൂത്ത കാർന്നവര് എല്ലാവരുടെ തലയിലും നല്ലെണ്ണ തേച്ചു കൊടുക്കും. അത് ദീപാവലി ദിവസത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ആ നല്ലെണ്ണ സ്വീകരിക്കണം. അപ്പോ നാമദേവരുടെ വീട്ടിലും ഇങ്ങനെ സ്വീകരിക്കണം എന്നുള്ളൊരു ഇതുണ്ടായി. അതായത് നാമദേവനും അത് ചെയ്തേ പറ്റൂ. പക്ഷെ നാമദേവനും വിഠലനും വളരെ ക്ലോസ് ആണ്. അപ്പൊ നാമദേവൻ വിചാരിച്ചു, ഞാൻ മാത്രം ചെയ്താൽ ശരിയാവില്ല, ഒരു കാര്യം ചെയ്യാം, വിഠലനെയും കൊണ്ടുവരാം. നാമദേവൻ പോയി വിഠലനോട് പറഞ്ഞു, അതെ, അന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്, അന്ന് ദീപാവലി ദിവസമാണ്, ഭയങ്കര തിരക്കാണ്. അപ്പോ എല്ലാവരും ഭഗവാനെ കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നാമദേവൻ പറഞ്ഞു, അതെന്താണെങ്കിലും കുഴപ്പമില്ല, നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നേ മതിയാവൂ. ഭഗവാൻ ധർമ്മസങ്കടത്തിലായി. കാരണം ഭഗവാന്റെ ഭക്തന്മാരെന്ന് ദീപാവലി പ്രമാണിച്ചിട്ട് ഭഗവാന്റെ ഭക്തന്മാരെല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നാമദേവര് ഷഡ്യം പിടിച്ച് നിൽക്കുകയാണ്. എന്തിനാണ്? ഭഗവാൻ എൻ്റെ കൂടെ വരണം, എൻ്റെ വീട്ടിലേക്ക് വരണം, എണ്ണ തേക്കണം എന്ന് പറഞ്ഞിട്ട്. ഭഗവാൻ ഒരു ഡൈലമയിലായി. എന്താ ചെയ്യപ്പോ? എൻ്റെ ഭക്തന്മാര് വരുന്നുണ്ട്. അവര് വരുന്ന സമയത്ത് അവര് വെണ്ണയും പഞ്ചാരയൊക്കെ കൊണ്ടുവരുന്നുണ്ട് എനിക്ക് നിവേദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഭഗവാനാണെങ്കിലോ നവനീത ചോരനാണ്, ഈ വെണ്ണ കട്ടെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഭഗവാൻ. വെണ്ണ കട്ടെടുത്ത് കഴിച്ചാലേ സംതൃപ്തി ഉണ്ടാവും. വീട്ടിൽ എത്ര വെണ്ണ ഉണ്ടെങ്കിലും അതില് പുള്ളിക്ക് താല്പര്യമില്ല, കട്ടെടുത്ത് കഴിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നവനീത ചോർ എന്നൊരു പേര് വന്നിരിക്കുന്നത്. അപ്പോ നാമദേവരോട് വിട്ടൽ ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എൻ്റെ കുറെ ഭക്തന്മാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നീ പറയണു ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വരണം. ഞാൻ വരാം, തയ്യാറാണ്, കുഴപ്പമില്ല, ഞാൻ വന്നേക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആ ഗർഭഗൃഹത്തിൽ നിന്നും വെളിയിലേക്ക് വരുമ്പോൾ നീ അവിടെ പോയി എനിക്ക് പകരം വെക്കണം. എന്നിട്ട് എൻ്റെ ഭക്തന്മാര് ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നീ മറുപടി പറയണം. അതൊക്കെ നിന്നെ കൊണ്ട് സാധിക്കും, അതൊന്നും കുഴപ്പമില്ല. അവര് നിവേദ്യം കൊണ്ടുവരും, വെണ്ണയും പഞ്ചാരയെല്ലാം കൊണ്ടുവരും, അത് മാത്രം നീ തിന്നരുത്, അതെനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് നീ എടുത്ത് തിന്നേണ്ട ആവശ്യമില്ല, അത് ഞാൻ വന്നിട്ട് നോക്കിക്കൊണ്ട് എന്ന് പറയും. നാമദേവൻ ആലോചിച്ചു, കഷ്ടമുള്ള കാര്യമാണ്, അങ്ങനെ നിൽക്കണം. പക്ഷെ പരവായില്ല, കുഴപ്പമില്ല, ഭഗവാൻ അവിടെ പോകേണ്ടതല്ലേ.
അങ്ങനെ നാമദേവനെ ഈ DT രൂപത്തിലാക്കി മാറ്റി. അതായത് സാരൂപ്യം കൊടുത്തു. ഭഗവാൻ നാമദേവരുടെ ആ ശരീരം വിട്ടലായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെ വിട്ടലൻ അവിടെ പോയി നിൽക്കുകയാണ്. ഭഗവാൻ നാമദേവരുടെ വീട്ടിൽ പോയിട്ട് ആ എണ്ണയൊക്കെ സ്വീകരിച്ച് തിരിച്ചു. അപ്പൊ ഇതെല്ലാം ഭക്തന്മാരോട് ഭഗവാൻ ചെയ്യുന്ന അചഞ്ചലം എന്താ പറയണത്, കൃപയാണ്. ഭക്തന്മാരുടെ അചഞ്ചല ഭക്തിയില് ഭഗവാൻ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നതാണ്. നമുക്കിതെല്ലാം കേട്ട് കഴിഞ്ഞാല് കുറച്ച് മനസ്സിൽ എന്തുണ്ടാവണം, കുറച്ച് ഞാനും അങ്ങനെ ആയിത്തീരണം ഭഗവാനെ. ഇമിറ്റേഷൻ വേണ്ട നമുക്ക് കേട്ടോ. ഇമിറ്റേഷൻ അല്ല ഞാൻ പറയണത്. നമുക്കത് മനസ്സിൽ നിന്നും പതുക്കെ പതുക്കെ വരണം. അത് വരും. നമ്മൾ പതുക്കെ പതുക്കെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ ഫീലിംഗ് വരും. അപ്പൊ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ശ്രീരംഗത്തിൽ വന്ന സമയത്ത് ശ്രീമദ് ഭഗവത്ഗീതയുടെ ആ ചട്ടയിലുള്ള, അല്ലെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീതയിലുള്ള ഭഗവാൻ ആ തേരാളിയായിട്ടിരിക്കുന്നതും അർജുൻ തേരോട്ടുന്നതും സോറി ഭഗവാൻ തേരോട്ടുന്നതും ആ തേരിനെ ഓട്ടിക്കുന്നതും അർജുനൻ അവിടെ നിന്ന് അമ്പെയ്യുന്നതുമായിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട്. അത് കണ്ടുകൊണ്ട് ആ ഭക്തന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് വരുന്നതാണ്. തൊട്ടപ്പുറത്ത് ഒരുപാട് സംസ്കൃത പണ്ഡിതന്മാരിരുന്നു കൊണ്ട് അവര് സംസ്കൃതത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ സൈഡില് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്നത് ഭഗവത്ഗീതയുടെ ആ മേലെയുള്ള ഭഗവാന്റെ ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ചൈതന്യ മഹാപ്രഭു അവിടെ ചെല്ലുന്നത്. ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ ചെയ്യുക, എന്റെ ഗുരുനാഥൻ പറഞ്ഞു ഭഗവത്ഗീത വായിക്കണമെന്ന്. നീ ഭഗവത്ഗീത മനസ്സിലാക്കിയിട്ട്, അതായത് ഭഗവത്ഗീത വായിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു മൂർഖനാണ്, എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പൊ ചോദിച്ചു, എന്തിനാണ് പിന്നെ കരയുന്നത്? അല്ല, ഞാൻ കരഞ്ഞത് വേറെ ഒന്നുകൊണ്ടുമല്ല, എത്ര ദയാലുവായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷൻ അർജുനന്റെ തെരോട്ടിയായിട്ട് ഇരിക്കുന്നു. അർജുനൻ വലത്തോട്ട് പറയാൻ വേണ്ടിയിട്ട് തന്റെ വലത് കാലിലെ പെരുവിരൽ കൊണ്ട് ഭഗവാനെ ചവിട്ടുന്നു. അപ്പൊ ഭഗവാൻ വലത്ത് സൈഡിലേക്ക് പോകുന്നു, ഇടത്തെ സൈഡിലേക്ക് പോയി ഇടത്തെ കാലിലെ പെരുവിരൽ കൊണ്ട് ഭഗവാനെ ചവിട്ടുന്നു. ഇതൊന്നും കാര്യമാക്കാതെ ഇടത്തും വലത്തും പോയിക്കൊണ്ടിരിക്കുന്ന ഭഗവാനേക്കാൾ അതായത് ഭഗവാനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള അടുത്തൊരാളെ എവിടെ കാണാൻ സാധിക്കുക? ചൈതന്യ മഹാപ്രഭു വായിക്കാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങ് സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോ ഇവിടെ നമുക്ക് വിദ്യാഭ്യാസം നിർബന്ധമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിക്ക് നിർബന്ധമല്ല. പക്ഷെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എന്തുണ്ട്, നമുക്ക് ശാസ്ത്ര പാരായണം നടത്താൻ സാധിക്കും, ശാസ്ത്രങ്ങളിൽ നിന്നും അറിവ് നേടാൻ സാധിക്കും, നമ്മൾ സ്വയം വായിച്ചിട്ട് അറിവ് നേടാൻ സാധിക്കും. ബെറ്റർ ദാൻ, അതിനൊക്കെ നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധു സംഘത്തില് നമ്മൾ ഭഗവത് ഭക്തന്മാരുടെ സംഘത്തിലൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് വളരെ നന്നായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നാമദേവൻ വിട്ടലൻ പറഞ്ഞത് കേട്ടു. അപ്പൊ അതേമാതിരി തന്നെ വിട്ടലനോട് പറയുന്നുണ്ട് ഗുരുനാഥനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. വിട്ടലൻ പറയണു, നാമദേവനോട് പറയണു ഗുരുനാഥനെ സ്വീകരിക്കാൻ. ആര് പറയണു? വിട്ടലൻ പറയണു. വിട്ടലൻ വന്ന് പറഞ്ഞു. വിട്ടലൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല. അദ്ദേഹം ദീക്ഷ സ്വീകരിക്കാൻ റെഡിയാവുകയാണ്. കാരണം
ദീക്ഷയില്ലാതെ നമ്മളെ പരമ്പരയിൽ കണക്ട് ആവാൻ പാടില്ല എന്നല്ല, പറ്റില്ല. അപ്പൊ നമുക്ക് ബ്രഹ്മ മാധവ ഗൗഡീയ സമ്പ്രദായത്തിൽ കണക്ഷൻ കിട്ടണമെങ്കിൽ, അങ്ങനെ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകും. എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റെപ്പിൽ കയറി പോകുന്നത്? ആദ്യം നമ്മുടെ ഗുരുദേവൻ, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഗുരുദേവൻ, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ ഗുരുനാഥൻ, അതിനുശേഷം ആ ഗുരുനാഥന്റെ ഗുരുനാഥൻ, അതിനുശേഷം ആ ഗുരുനാഥന്റെ ഗുരുനാഥൻ. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവും. അപ്പൊ നമ്മള് തനിയെ ഭക്തി ചെയ്തിട്ട് ഞാൻ ഭഗവത് ധാമത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ശാസ്ത്രജ്ഞാനവും ഇല്ല, ഭക്തന്മാരുടെ സംഘമില്ല, എന്നിട്ട് നമ്മൾ പറയാണ് എനിക്ക് ഭക്തി ചെയ്യാൻ അറിയും, ഞാൻ ഭക്തനാണ്, ഞാൻ ഭക്തി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ബോഗസ് ആയിട്ട് പറയണതാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗുരുവിനെ സ്വീകരിക്കണം. ഈ ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ അതാരാവണം എന്ന് നിങ്ങൾ മനനം ചെയ്തു കഴിഞ്ഞാൽ, അതായത് നമുക്കൊരുപാട് ഗുരുനാഥന്മാരുണ്ട്. ഈ ഗുരുനാഥന്മാരിൽ നിന്നും ആരിൽ നിന്നും നമുക്ക് ദീക്ഷ സ്വീകരിക്കാം. നമ്മുടെ ഇസ്കോൺ GBC അപ്രൂവ് ചെയ്തിട്ടുള്ള ഏത് ഗുരുനാഥനിൽ നിന്നും നമുക്ക് ദീക്ഷ സ്വീകരിക്കാം. അത് നിങ്ങൾ തീവ്രമായിട്ടൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാൻ അത് കാണിച്ചു തരും. ഗുരുവിനെ കാണുന്നതെല്ലാം, ഗുരുവിനെ ലഭിക്കുന്നതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം മൂലമാണ്. അപ്പോ നിങ്ങൾ സിൻസിയർ ആയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുരുനാഥനെ ഭഗവാൻ കാണിച്ചു തരും. അതിനാവശ്യമായിട്ടുള്ള സംഗതികൾ ചെയ്തിട്ട് നമ്മൾ ആ പരമ്പരയിൽ കണക്ട് ആവണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഗുരുനാഥനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ നമുക്ക് പോവാം മൂന്നാമത്തെ ഇതിലേക്ക്. ശ്രീ വിഗ്രഹാരാധന നൃത്യനാന ശൃംഗാര തന്മന്ദിരമർജനാദോ യുക്തസ്യ ഭക്താംശ നിയുഞ്ജതോപി വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. അപ്പൊ ഇതിലെന്താണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, തന്റെ ആത്മീയ ഗുരു ശ്രീ രാധാകൃഷ്ണ വിഗ്രഹ സേവയിൽ ഏർപ്പെടുന്നു. അങ്ങനെ വിഗ്രഹ സേവയിൽ അദ്ദേഹം ഏർപ്പെടുന്ന സമയത്ത് തന്റെ ആ ഗുരുനാഥൻ തന്റെ ശിഷ്യന്മാരെയും ആ സേവനത്തിൽ ഏർപ്പെടുത്തുന്നു. അവരെന്താണ് ചെയ്യുന്നത്? ശൃംഗാര തൻ മന്ദിരമാർജനാദിഷു. ശൃംഗാരതൻ ശ്രീ വിഗ്രഹാരാധന നൃത്യനാന ശൃംഗാരതൻ മന്ദിരമാർജനാദോ. എന്താണ് ചെയ്യുന്നത്? മാർജനം. മാർജനം നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വേറെ ചേതോദർപ്പണമാർജനം. വെരി ഗുഡ്, വെരി ഗുഡ്. ചേതോദർപ്പണമാർജനം ഭവ മഹാധാവാഗ്നി നിർവാപണം ക്ഷേയ കൈരവചന്ദ്രികാ വിധരണം വിദ്യാവതോ ജീവനം ആനന്ദാംബുതിവർദ്ധനം പ്രതിപദം പൂർണാമൃതാസ്വാദനം സർവാത്മസ്നപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അപ്പോ ക്ലീനിങ് പ്രോസസ് ഇവിടെ മാർജനാദിഷു അല്ലെ മാർജനാദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്റെ ആ ഗുരുനാഥൻ തന്റെ ശിഷ്യന്മാരെ ഭഗവാന്റെ ശ്രീകോവിലും ഭഗവാന്റെ കോവിലും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻഗേജ് ചെയ്യുന്നു. ശ്രീ വിഗ്രഹാര, അതായത് തന്റെ ഗുരുനാഥൻ ആ വിഗ്രഹത്തിന് ആരാധിക്കുന്നു. ആ വിഗ്രഹം ആരാധനയിൽ തന്റെ ശിഷ്യന്മാരെയും അതിൽ ചേർക്കുന്നു. അതല്ലാതെ ക്ഷേത്ര പരിസരം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് തന്റെ ശിഷ്യന്മാരെ പ്രേരിപ്പിക്കുന്നു. പിന്നെന്താണ് ചെയ്യുന്നത്? അതേമാതിരി മറ്റു സേവകളിലും ശ്രീ ഗുരുനാഥൻ തന്റെ ശിഷ്യന്മാരെ ഏർപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അതില് എന്തെല്ലാം
വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളോ ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഗുരുനാഥൻ തന്റെ ശിഷ്യന്മാരെയും അതിൽ ഏർപ്പെടുത്തുന്നു. ഇതാണ് ഈ ലൈനിന്റെ അർത്ഥം. നാലാമത്തത് ലൈന് ചതുർവിധാ ശ്രീ ഭഗവത് പ്രസാദം സാധന്ന തൃപ്താൻ ഹരിഭക്ത സംഗാൻ കൃത്വൈവ തൃപ്തിം ഭജത സദൈവ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. ചതുർവിധ ശ്രീ ഭഗവത് പ്രസാദോ, ഭഗവാന് പ്രസാദമായിട്ട് 4 തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നു. ചതുർവിധ 4 തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭഗവാന് ഗുരുനാഥൻ നിവേദിക്കുന്നു. എന്തൊക്കെയാണ് ഈ 4 തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ? ഒന്ന് നക്കി കഴിക്കേണ്ടത്, മറ്റൊന്ന് ചവച്ച് കഴിക്കേണ്ടത്, ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് സക്ക് ചെയ്ത് കഴിക്കേണ്ടത്. ഇപ്പൊ 4 തരത്തിലുള്ള, ഒന്ന് ഖരമായിട്ടുള്ള, അതായത് കട്ടിയായിട്ടുള്ളതാണ്. ഒന്ന് ചൂച്ച്, ലിക്വിഡ്, ചൂട്, ഡ്രങ്ക് ആൻഡ് സക്ക്. ഒന്നെങ്ങനെയാണ് ചവച്ചരച്ച് കഴിക്കേണ്ടത്, അടുത്തത് നക്കി കഴിക്കേണ്ടത്, പിന്നെ ഒന്ന് വെള്ളം മാതിരി കുടിക്കേണ്ടത്, അടുത്തൊന്ന് സക്ക് ചെയ്ത് കഴിക്കേണ്ടത്. 4 തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങള് ഗുരുനാഥൻ ഭഗവാന് നിവേദിക്കുന്നു. അങ്ങനെ ഭഗവാൻ അത് നിവേദിക്കുന്ന സമയത്ത് എന്താ, ശിഷ്യന്മാരെയും അദ്ദേഹം അതിലേക്ക് പ്രയോജനപ്പെടുത്തുന്നു. അതിനുശേഷം ആ പ്രസാദം നമുക്ക് ലഭിക്കുന്നു, നമ്മൾ ആ പ്രസാദം സേവിക്കുന്നു. ഭഗവാനും നമ്മുടെ ക്ലാസ്സിൽ എത്ര പേര് പ്രസാദം കഴിക്കുന്നവരുണ്ട്? പ്രഭു ഒന്ന് നോക്കണം, അവരുടെ കൈ എത്ര. നിങ്ങളുടെ ഇത് റൈസ് ചെയ്താൽ മതി, ഒന്ന് നിങ്ങളുടെ ഹാൻഡ് റൈസ് ചെയ്തോളൂ. നാലേ ഉള്ളോ? 4 പേരേ ഉള്ളൂ. 5, 6 പേരായി. 7 പേരായി. വെരി ഗുഡ്. 75-ല് 7 പേര്. 10%. വെരി ബാഡ്. സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കാം, തെറ്റില്ല. എന്താ പ്രഭു കേട്ടില്ല, ഞാൻ നെറ്റ് പോയത്. അതായത് പ്രസാദം കഴിക്കുന്ന എത്ര പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്? പ്രസാദമായിട്ട് കഴിക്കുന്നവർ. ഭഗവാനെ നിവേദിച്ചല്ലേ പ്രഭു? അതെ അതെ അതെ, കഴിക്കുന്നുണ്ട് പ്രഭു. ഓക്കെ. എപ്പോഴും ഇല്ല, എപ്പോഴും അല്ല, വൺ ടൈം. വൺ ടൈം. ഓക്കെ. നമ്മള് പ്രസാദമായിട്ട് കഴിച്ചില്ല എങ്കിൽ എന്താണ് നമ്മൾ കഴിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പാപം. നമ്മൾ കഴിക്കുന്നത് പാപമാണ്. ഞാൻ നിങ്ങളാരെയും ഭയപ്പെടുത്തുന്നതല്ലാട്ടോ. നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. എന്നിരുന്നാലും ഭഗവത് പ്രസാദം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭഗവത് പ്രസാദം കഴിക്കുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ കോൺഷ്യസ്നെസ്സിന് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ പ്രസാദം കഴിച്ചില്ല എങ്കിൽ നമ്മുടെ ചേതനയിൽ മാറ്റം ഉണ്ടാവില്ല. എൻ്റെ ഈവനിങ് ക്ലാസ്സിൽ കുറെ മാതാജീസ് വരുന്നുണ്ട്.
ഇവരുടെ വീട്ടിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഉള്ളി ഇല്ലാത്തത് എങ്ങനെ ഓഫർ ചെയ്യുന്നത്, ഉള്ളി വെച്ചിട്ട് എങ്ങനെ ഓഫർ ചെയ്യുന്നത്, ഭർത്താവ് കഴിക്കില്ല, മക്കൾ കഴിക്കില്ല, എല്ലാവരും അത് ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ നിങ്ങളിപ്പോ അരി വെക്കുന്നുണ്ട്, അരി വെച്ചിട്ട് ആ അരി ഭഗവാന് നിവേദിക്കൂ. നിങ്ങൾ നോൺ വെജ് അത് വെച്ചിട്ട് ഭഗവാന് നിവേദിക്കണമെന്ന് ആരും പറയുന്നില്ല, അത് ചെയ്യാനും പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഇല്ല എന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെ പറയുന്നതാണ്. ഉള്ളിയും വെളുത്തുള്ളി ഇല്ലാതെ നമ്മൾ കഴിക്കുന്ന കറികളൊക്കെ നല്ല ടേസ്റ്റുള്ള കറികളാണ്. ഇത് മനസ്സിന്റെ ഒരു ചെറിയ പ്രശ്നമാണ്. അവർക്ക് ആ ഉള്ളി കണ്ടെങ്കിൽ മാത്രമേ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് അവരുടെ മനസ്സ് തൃപ്തിയാവുള്ളൂ. കാര്യം അതാണ്. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടില്ല എങ്കിൽ കൂടിയിട്ട് ഭക്ഷണ പദാർത്ഥങ്ങള് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് ഭഗവാന് നിവേദിച്ചു കഴിഞ്ഞാൽ ആ പ്രസാദം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവട്ടെ, കുട്ടികളാവട്ടെ, അമ്മാനച്ഛനാവട്ടെ, അമ്മായിയമ്മയാവട്ടെ, ഇനി മാതാജീസല്ല പ്രഭൂസാണ് കഴിക്കുന്നെങ്കിൽ പ്രഭൂസിന്റെ വൈഫാവട്ടെ, വൈഫിന്റെ മറ്റുള്ളവരാവട്ടെ, ആര് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും, ആ കോൺഷ്യസ്നസ് പതുക്കെ പതുക്കെ ചേഞ്ച് ആകും. അങ്ങനെ നമ്മുടെ ക്ലാസ്സിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അവരാദ്യം ഭഗവാന് നിവേദിക്കാൻ തുടങ്ങി, പിന്നെ ഭഗവാന്റെ പ്രസാദം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ വീട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് നോൺ വെജ് കൊണ്ടുവരും, ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് മാതാജി ഉണ്ടാക്കി കൊടുക്കും. പതുക്കെ 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 മാതാജിയോട് അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ട് ഞങ്ങളത് വാങ്ങിക്കുന്നില്ല, ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വെളിയിൽ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാ സംഭവിച്ചത്? നിങ്ങൾ ഈ മത്സ്യമാംസാദികൾ വെട്ടുന്ന സമയത്ത് ഭഗവാനെ ഇതിൽ നിന്ന് എനിക്കൊരു മോചനം തരണേ, ഭഗവാനെ ഇവരുടെ മനസ്സിനെ മാറ്റണേ, അവർക്കും അങ്ങയുടെ കൃപ ലഭിക്കണേ, അങ്ങയുടെ കൃപ അവർക്കും കൂടെ കൊടുക്കണേ ഭഗവാനെ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുകയും നമ്മുടെ ഭർത്താവാകട്ടെ, മക്കളാവട്ടെ, ആര് തന്നെ ആവട്ടെ, അവരെ അതിൽ നിന്നും മാറ്റി ചിന്തിപ്പിക്കാൻ ഭഗവാൻ ശ്രമിക്കും. ഭഗവാനെ കൊണ്ട് അത് സാധിക്കും. എല്ലായിടത്തും ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സിൻസിയർ പ്രേയേഴ്സ് ആണ്, നമ്മുടെ പ്രാർത്ഥനകളാണ്. നമ്മുടെ സിൻസിയർ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ സംഭവിക്കാത്തൊരു കാര്യങ്ങളും ഇല്ല. ഈ സിൻസിയർ പ്രാർത്ഥനകൾ ശൃണ്വതാം ശ്രദ്ധയാ നിത്യം ഗൃണതശ്ച സുചേഷ്ടിതം കാലേന നാതി ദീർഘേന ഭഗവാൻ വിശദേ ഹൃദി. ഷൺവതാം ശ്രദ്ധയാ നിത്യം, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നാമം ജപിക്കുകയാണ്, നാമം നമ്മുടെ കാതിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. നാമം കാതിൽ ഇങ്ങനെ കേൾക്കുന്ന മാത്രയില് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ ഒരു ശിക്ഷാഷ്ടകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്താണ് സംഭവിക്കുക? അതായത് നാമത്തിനോട് നമുക്ക് പ്രേമം ഉണ്ടായി കഴിഞ്ഞാല്, പ്രേമം ഉണ്ടാവണം കേട്ടോ, നാമത്തിനോട് നമുക്ക് പ്രേമം ഉണ്ടായി കഴിഞ്ഞാല് നയനം ഗളതശ്രുതാരയാദ്വദനം ഗത്കതരുതയാ ഗിരാ പുളകയമിച്ചിതംബൂക്കത തവ നാമഗ്രഹണേ ഭവിഷ്യതി. ഇത് നമുക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ പേര് കേട്ട് കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് നമ്മൾ അവരായിട്ട് കണക്ഷൻ ഇല്ല, ആ പേര് ഇപ്പോ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, അവരുമായിട്ടൊരു കണക്ഷനും ഇല്ല കുറെ കാലമായിട്ട്, അവരുടെ പേര് കേൾക്കുമ്പോൾ വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു, ഇപ്പോഴും വേണ്ടപ്പെട്ടവർ തന്നെയാണ്, നമുക്ക് മനസ്സിലൊരു ചെറിയ വിഷമുണ്ടാവും. അപ്പൊ അത് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരായിട്ട് വരും. അതേമാതിരി തന്നെയാണ് നയനം ഗളതശ്രുതാരയ വദനം ഗദ്ഗദ ഹൃദയാ ഗിര
പുളകയമിച്ചിതംബഭൂകഥ തവ നാമം ഗ്രഹമേ ഭവിഷ്യതി. ഭഗവാന്റെ നാമം കേൾക്കുന്ന മാത്രയില് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് വരണം. ഇത് നിങ്ങൾ ആക്ടിങ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. സിൻസിയറായിട്ട് പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അവസ്ഥയിലേക്ക് നിങ്ങൾക്കും വരാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ചാൻഡിങ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നാമജപമാണ്. നാമജപം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളും പെർഫെക്റ്റ് ആവും. ഈ നാമജപം നമ്മൾ ചൊല്ലുന്നതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ പരമാത്മാവായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. അപ്പോ ഈ പരമാത്മാവായി ഉള്ളിലിരിക്കുന്ന ഭഗവാന്റെ നിർദ്ദേശാനുസരണമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭർത്താവിന്റെ ഉള്ളിലും സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം അബോഹനം ച വേദൈശ്ച സർവൈർ അഹമേവ വേദ്യോ വേദാന്ത ഹൃദ്വേദവിദേ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ്, സർവചരാചരങ്ങളുടെ ഹൃദയത്തിലും ഞാൻ ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ ഭർത്താവിന്റെയും നമ്മുടെ മക്കളുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കാതിരിക്കുമോ? തീർച്ചയായിട്ടും ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഭഗവാന് നമ്മുടെ പ്രാർത്ഥന മൂലം, ആ ഭഗവാൻ, അതായത് നമ്മുടെ സിൻസിയർ ആയിട്ടുള്ള പ്രാർത്ഥന നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഭഗവാൻ നമ്മുടെ തടസ്സങ്ങള് എല്ലാം ഇല്ലാതെയാക്കി തീർക്കും. ആരാണോ തടസ്സം നിൽക്കുന്നത് അവരെ ഭഗവാന് മാറ്റാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. ഭഗവത് ഭക്തി വളരെ എന്താണ്, സിമ്പിൾ ആയിട്ടുള്ളതാണ്, പക്ഷെ ഒരല്പം കോംപ്ലിക്കേറ്റഡുമാണ്. ഹരേ കൃഷ്ണ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ? ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, എനിക്ക് രണ്ട് ചോദ്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരാള് എനിക്ക് ആവശ്യത്തിന് ഭക്തിയുണ്ട് എന്ന് പറയുന്ന ഒരാളോട് നമ്മൾ എന്ത് പറയും? രണ്ടാമത്തെ എന്ന് പറഞ്ഞിപ്പം പ്രഭു പറഞ്ഞു ഈ ഭഗവത് പ്രസാദം. ഈ ഭഗവത് പ്രസാദം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നും ഒരു നേരം എന്തായാലും ഭഗവാന് കൊടുത്തു. ഇപ്പൊ നമ്മള് വീട്ടിലെ കുടുംബമായിട്ട് കഴിയുന്നതാണ്. അപ്പൊ അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഭഗവാൻ നമ്മുടേതാണ് എന്ന് പറഞ്ഞ് നമുക്ക് സ്വന്തം ഭഗവാന് വെക്കുന്നത് പോലെ എന്നും നമുക്ക് എല്ലാ നേരവും ഭഗവാന് വെച്ച് പ്രസാദം നമുക്ക് കഴിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് വീട്ടിലില്ല. എന്നാലും ഒരു നേരം ഭഗവാന് വേണ്ടി പ്രസാദം വെച്ച് നമ്മൾ കഴിക്കുന്നു. അപ്പൊ ഫംഗ്ഷൻ അഥവാ എന്തെങ്കിലും വീടുകളിലൊക്കെ വരുമ്പോഴും നമ്മൾ അന്നത്തെ ദിവസം ഭഗവാന് വെച്ച് കഴിക്കുന്നുണ്ട്, നമ്മൾ കൊടുത്തിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷെ ബാക്കി നേരങ്ങളിലൊക്കെ നമുക്കത് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവരുടെ കൂടെ ഇല്ലെങ്കിൽ അവരത് വേറെ പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ ഒന്ന് സംശയം പറഞ്ഞു തരൂ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് മാതാജിയുടെ മാത്രമല്ല, ഒരുപാട് പേരുടെ കൺഫ്യൂഷനാണ്, സംശയമാണ്. അതുകൊണ്ട് മാതാജി, നമ്മുടെ ചിന്തയാണ് പ്രശ്നം. അപ്പൊ നമ്മുടെ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിത് ഭഗവാന് നിവേദിച്ചിട്ട് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുമോ എന്നുള്ളൊരു ചിന്തയാണ്. മാതാജി, നല്ല അവിയലുണ്ടാക്കൂ, നല്ല സാമ്പാർ ഉണ്ടാക്കൂ. അവർക്ക് നോൺ വെജ് ആണെങ്കിൽ അത് മാത്രം നിങ്ങൾ ഭഗവാന് നിവേദിക്കേണ്ട, ബാക്കിയുള്ളതെല്ലാം നിവേദിച്ചിട്ട് കൊടുക്കൂ. അങ്ങനെ നിവേദിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കഴിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് അവരെ പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്തോളുന്നേ. നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഭഗവാൻ നമ്മളെ നോക്കാനുള്ളപ്പോ ലെറ്റ് ഹിം ടേക്ക് കെയർ. ഭഗവാൻ നോക്കിക്കോളും. ഇത് ഭഗവാന് കൊടുത്ത പ്രസാദമാണ്, ഇത് നിങ്ങൾ കഴിച്ചോളൂ. അവരോട് പറയേണ്ട ആവശ്യമില്ല ഇത് പ്രസാദമാണെന്ന്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നു, നിവേദിക്കുന്നു, അവർക്ക് കൊടുക്കുന്നു. നോൺ വെജ് കഴിക്കുന്നവരുണ്ട്, തീർച്ചയായിട്ടും അവരെ നമുക്ക് വേണ്ടാന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളൊക്കെയാണ്. അപ്പൊ അവരെ മാറ്റാൻ ശ്രമിക്കുക. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ സിൻസിയർ പ്രാർത്ഥനയാണ് വേണ്ടത്.
മാതാജി പറഞ്ഞ കാര്യങ്ങൾ 100% നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷെ ചെയ്യേണ്ട സംഗതി എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാക്കുന്നു? അപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നിർബന്ധം നമ്മുടെ വേണ്ടപ്പെട്ട വീടാണ്, നമുക്ക് അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പൊ അവര് നമുക്ക് നോൺ വെജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു മാറില്ലേ? ഞാൻ നോൺ വെജ് കഴിക്കില്ല എന്ന് പറയാറുണ്ടല്ലോ. അതേമാതിരി പ്രഭു ഞാൻ വേറൊന്നും കഴിക്കില്ല, ഞാൻ കുറച്ച് തൈരും കുറച്ച് ചോറും വെച്ച് കഴിച്ചോണ്ട്, അല്ലെങ്കിൽ ഒരു അച്ചാറും തന്നു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചോട്ടെ, എനിക്കത് മതി പ്രഭു, ഞാൻ വേറെ ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഇപ്പൊ അവരെല്ലാം വെച്ചിരിക്കുന്ന നമ്മളോടും ഇങ്ങനെ ആളുകൾ പറയാറുണ്ട് കേട്ടോ. നമ്മളും നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവർ പറയും, എന്താണ് അതിൽ ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒന്ന് കഴിച്ചോളൂ എന്ന് പറയാറുണ്ട്. നമ്മൾ പറയും സോറി, നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾ പാചകം ചെയ്യുമ്പോൾ അതിൽ ഭഗവാനെ ചേർക്കൂ. നിങ്ങൾ ഓരോരോ പദാർത്ഥങ്ങളും പാചകം ചെയ്യുന്ന സമയത്ത് അതിൽ ഭഗവാനെ ചേർക്കാൻ ശ്രമിക്കും. എന്താണ് ഭഗവാനെ ചേർക്കേണ്ടത്? കോൺഷ്യസ്നസ്. ഭഗവാനെ ഇത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങയുടെ പൂർണ്ണമായിട്ടുള്ള കൃപ ഇതിൽ ഉണ്ടാവണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് നമ്മൾ പാചകം ചെയ്യുക. മാതാജി, നമ്മൾ ഇവിടെ ചെന്നൈയിൽ ഭഗവത് കൃപയുണ്ട് ഞങ്ങൾ 5000 പേർക്ക് 6000 പേർക്ക് പ്രസാദം കുക്ക് ചെയ്യുന്നതിന്റെ ഹെഡായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ടെമ്പിളിൽ. നമ്മൾക്ക് ഒരു കഴിവുമില്ല. നമ്മൾ ചെയ്യുന്നത് രാധാറാണിയുടെ കൃപ കൊണ്ട് നന്നായിട്ടുണ്ടാവുന്നു. അത് നമ്മുടെ കഴിവല്ല, രാധാറാണിയുടെ കൃപയാണ്. അപ്പൊ നമ്മളിങ്ങനെ 5000 പേർക്കൊക്കെ ഒരു ബൾക്കായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരല്പം ഉപ്പ് കൂടിയാൽ മതി, അതെല്ലാം വേസ്റ്റ് ആവും, നമുക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ടാവും. പക്ഷെ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ആ ഇതിലേക്ക്, അതായത് ഗർഭഗൃഹവും അതേമാതിരി നമ്മുടെ അടുക്കളയും രണ്ടും ഒരു വ്യത്യാസവും ഇല്ല. അടുക്കളയിൽ രാധാറാണിയുടെ സ്ഥലമാണ്, ഗർഭഗൃഹം ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമാണ്, രണ്ടും ഒന്നാണ്. ഈ ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ആ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഭഗവാനെ, അത് രാധാറാണിയെ വിളിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് നമ്മൾ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്നു. പിന്നെ അവിടുത്തെ എൻറ്റയർ ഇൻചാർജ് നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് കുക്ക് ചെയ്യണത്, നമ്മളല്ല കുക്ക് ചെയ്യുന്നത്. അത് രാധാറാണിയുടെ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന മാത്രയില് നമ്മൾ ചെയ്യുന്നത് എന്തും നന്നായിട്ടുണ്ടാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്നുള്ള ഈഗോ അവിടെ ഇല്ല. ഇത് രാധാറാണിയുടെ കൃപയാണ്. ഭഗവാൻ വൃന്ദാവനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം പാചകം ചെയ്യുന്ന രാധാറാണിയാണ്. രാധാറാണി രാവിലെ വരും, ഭഗവാൻ ആവശ്യങ്ങളെല്ലാം ചെയ്ത് വെച്ച് രാധാറാണി പോകും. അപ്പോ നമ്മൾ വിചാരിക്കുന്ന ഞാനാണ് ചെയ്യണം എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു ഗുണവും ഉണ്ടാവില്ല. കാരണം അത്രയും സ്പെഷ്യൽ ആയി തീരില്ല. നമ്മളിത് രാധാറാണിയുടെയാണ്, നമ്മൾ രാധാറാണിയുടെ ദാസനാണ്, ഞങ്ങൾ രാധാറാണിയെ അസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ചെയ്യുന്ന മാത്രയില് നമുക്ക് പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കും. ഇപ്പോ ഞാനിവിടെ ചെയ്യുന്നത് ഒരു കാറ്ററിംഗ് സർവീസാണ്. അപ്പൊ നമ്മുടെ കാറ്ററിംഗ് സർവീസിൽ നമ്മൾ ഭക്തന്മാര് മാത്രമേ പ്രസാദം ചെയ്യുന്നുള്ളൂ, നമ്മൾ വെളിയിൽ ഒരാളെ ചേർക്കുന്നില്ല. ഇത് ഭഗവാന് നിവേദിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടെന്തോ ആ ഒരു പ്രസാദമായിട്ട് പോകുന്നത് കൊണ്ട് എല്ലാവരും പറയണു നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. അപ്പൊ ഈ ഒരു കോൺഷ്യസ്നെസ് ആണ് നമുക്ക് ആവശ്യം. മാതാജിയുടെ സംശയത്തിന്, ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ഹരേ കൃഷ്ണ പ്രഭു, കിട്ടി പ്രഭു. വേറെ എനിക്ക് ആവശ്യത്തിന് ഭക്തി ഉണ്ടെന്ന് പറയുന്ന ഒരാളോട് നമ്മൾ എന്ത് പറയും പ്രഭു? എപ്പോഴും അതൊന്ന് പറയും, എനിക്ക് ആവശ്യത്തിന് ഭക്തി ഉണ്ട്, അത് മതി എന്ന് പറയുമ്പോ, ജപിക്കാനൊക്കെ പറയുമ്പോ തന്നെ എനിക്ക് ആവശ്യത്തിന് ഭക്തി ഉണ്ട് എന്ന് പറയുന്ന ആളോട് എന്ത് പറയും? അവരോട് ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നാമാപരാധമായി തീരും. എന്താണ് പറയണത്? വിശ്വാസമില്ലാത്തവന് നാമമഹിമ ചൊല്ലിക്കൊടുക്കുക. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഭഗവാനെ,
ഈ ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റണേ എന്നുള്ള നമ്മുടെ തീവ്രമായിട്ടുള്ള പ്രാർത്ഥന. എല്ലാത്തിനും പ്രാർത്ഥനയാണ്. അപ്പൊ ഈ പ്രാർത്ഥന ഉണ്ടായി കഴിഞ്ഞാൽ ഭഗവാൻ കരുണാമയനാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയോ? തീർച്ചയായിട്ടും കേൾക്കും, മാറ്റങ്ങൾ ഉണ്ടാവും. എപ്പോഴും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇറിറ്റേറ്റ് ആക്കും. അതിനോട് ബെറ്റർ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഭഗവാനെ മാറ്റിത്തരണേ, 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 എനിക്കൊരു നല്ലൊരു സാഹചര്യം സൃഷ്ടിച്ചു തരണേ അങ്ങേ പൂജിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവുകയാണെങ്കിൽ അത് മാത്രം മതി, അവർ ചേഞ്ച് ആവും. മാതാജി, ഇന്ന് നമ്മൾ പറയുകയാണത്, നോട്ട് ചെയ്തോളോ മാതാജി, ഇന്ന് മുതൽ തുടങ്ങിക്കോളൂ പ്രാർത്ഥന. തീർച്ചയായിട്ടും അവർ മാറും. ഹരേ കൃഷ്ണ.